ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് ആരോഗ്യ മേഖലയിലെ അത് ഒറ്റപ്പെട്ട സംഭവം. അതായത് നമുക്കറിയാമല്ലോ, വയറ്റിൽ കത്രിക പിടിച്ച സംഭവമില്ല, കത്രിക കണ്ടെത്തിയ സംഭവം. അത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഇനിയും അത് ആവർത്തിച്ചേക്കാമെന്നാണ് ഒരു മന്ത്രിയുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കൂടി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊരു പൊട്ടത്തരവും മണ്ടത്തരവും! അതായത് ഒരിക്കലും ഒരു മന്ത്രിയിൽ നിന്നുണ്ടാകാൻ മേലാത്ത ഒരു പ്രസ്താവനയാണിത് ഈ മന്ത്രി ചെയ്തിരിക്കുന്നത്. ഇനിയും സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് മന്ത്രി ഉറപ്പിച്ച് പറയുന്നത്. ഈ ഈ സർക്കാർ മേഖലയിലുള്ള ആരോഗ്യരംഗത്തെ ചികിത്സിക്കാൻ പോണ രോഗികൾക്ക് കൊടുക്കുന്ന നല്ലൊരു സന്ദേശമല്ലേ ഇത്? അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാർട്ടൂണാണ് ഇന്ന് വരച്ചിരിക്കുന്ന അടുത്ത കാർട്ടൂൺ. ഇതാണ് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു വാർഡാണ്. ആ രോഗി ഓപ്പറേഷൻ വിധിക്കപ്പെട്ട ഒരു രോഗിയാണ്. അവർ താഴെ കിടക്കുവാണ്. അപ്പോൾ ഈ കട്ടിലിരിക്കുന്ന വല്യപ്പൻ അവരുടെ കൂട്ടിരിക്കുന്ന ആളോട് പറയാം, നാളെ അവർക്ക് ഓപ്പറേഷനാണ്, അതിൻ്റെ ബഹളം. ഇവർ കടന്ന് ബഹളം വയ്ക്കുകയാണ്, ഇവിടെ ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ്. അപ്പോൾ ആ കൂട്ടിരിക്കുന്നവർ സമാധാനപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ മന്ത്രിയുടെ വിടുവായത്വമാണ്, അമ്മ അതൊന്നും കേൾക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഉണ്ടോ? ഇനിയും പിന്നെ സർക്കാർ ആശുപത്രിയിൽ ഇനിയും ഇത് തുടർന്നേക്കാമെന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ വല്യപ്പൻ പറയുകയാണ്, നാളെ ഓപ്പറേഷനുള്ള രോഗിയാണ്. ആ രോഗിയുടെ വെപ്രാളമാണ്. ആ രോഗി കിടന്ന് ബഹളം വയ്ക്കുകയാണ്. ഇതല്ലേ സംഭവിക്കാൻ പോണത് ഈ മന്ത്രിയുടെയൊക്കെ പ്രസ്ഥാനമായിട്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. ഇതൊന്നും കൊണ്ട് തീരത്തില്ല. സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇങ്ങനെയാണോ ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വ പ്രസ്താവന വരേണ്ടത്? അപ്പോൾ ഇത് നമുക്ക് ഇനി അടുത്ത കാർട്ടൂണിലേക്ക് പോകാം.